നമസ്കാരം. പി എസ് സി ട്രിക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2022 ജൂലൈ 9 മാതൃഭൂമി തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സ് വിഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പി എസ് സി ട്രിക്സ് ഇത്തരത്തിൽ ഓഡിയോ ക്ലാസ്സുകൾ നൽകുന്നത് പ്രധാനമായും മറ്റ് പി എസ് സി ക്ലാസ്സിന് പോകാതെ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റു ജോലികൾക്കിടയിൽ പഠിക്കുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുമാണ് ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലാസ്സുകൾ പി എസ് സി ട്രിക്സ് ചെയ്യുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ചെറിയ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പി എസ് സി ട്രിക്സ് ഓഡിയോ ക്ലാസ് നൽകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീട്ടമ്മമാർ മറ്റ് ദോശ ചുടുമ്പോൾ, ചായ വെക്കുമ്പോൾ അങ്ങനെയുള്ള ഈ ഓഡിയോ ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ മറ്റ് ജോലികളിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ മറ്റ് പണി ചെയ്യുന്നവർ നിങ്ങൾക്ക് ഏത് സമയമാണോ കിട്ടുന്നത് ആ സമയം ഈ ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് 1, 2, 3 തവണ ഈ ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുക. നിങ്ങൾക്ക് വിജയം നേടാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും തന്നെ വിജയം പി എസ് സി ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ ജോലി നേടാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തൊഴിൽ വാർത്തയിലെയും മറ്റിലെയും കാര്യങ്ങൾ ഓഡിയോ രൂപത്തിൽ തരുന്നത്. കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗാർത്ഥികൾ ഈ തൊഴിൽ വാർത്തയെല്ലാം വാങ്ങുന്ന ഉദ്യോഗാർത്ഥികൾ എന്താക്കാം, ഒരു തവണ തൊഴിൽ വാർത്തയിൽ എഴുതി വായിക്കുക, വീണ്ടും റിവിഷന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലാസ്സുകൾ ഉപയോഗിക്കുക. ഒരു തവണ വായിക്കുക, ഇനി റിവിഷൻ ഒന്നുകൂടി വായിക്കുന്നതിന് പകരം പി എസ് സി ട്രിക്സിൻ്റെ ഇത്തരത്തിലുള്ള ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കുക. അതിൽ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം കൂടുതൽ മൈൻഡിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നതായിരിക്കും. നമുക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യ പരീക്ഷിച്ച പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേര് എന്താണ്? യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യ പരീക്ഷിച്ച പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് സാർമാറ്റ്. യുക്രൈൻ യുദ്ധ പശ്ചാത്തലത്തിൽ റഷ്യ പരീക്ഷിച്ച പുതിയ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരാണ് സാർമാറ്റ്. ഭൂമിയിലെ ഏത് ലക്ഷ്യവും ഭേദിക്കാവുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണിതെന്നാണ് റഷ്യയുടെ അവകാശവാദം. എന്താണ്? ഭൂമിയിലെ ഏത് ലക്ഷ്യവും ഭേദിക്കാവുന്ന ഭൂഖണ്ഡാന്തര മിസൈലാണ് ഇത് എന്നാണ് റഷ്യയുടെ അവകാശവാദം. 200 ടണ്ണിലേറെ ഭാരം വഹിക്കാനാകുന്ന മിസൈൽ റഷ്യയുടെ പക്കലുള്ള ഏറ്റവും നശീകരണ ശേഷിയുള്ള ആയുധമാണ്. ഏത്? സാർമാറ്റ്. 200 ടണ്ണിലേറെ ഭാരം വഹിക്കാനാകുന്ന മിസൈൽ റഷ്യയുടെ പക്കലുള്ള ഏറ്റവും നശീകരണ ശേഷിയുള്ള ഒരായുധമാണ്. സാത്താൻ 2 എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ സാർമാറ്റിന് നൽകിയിട്ടുള്ള പേര്. സാത്താൻ 2. സാർമാറ്റിനെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങൾ വിശേഷിപ്പിച്ച പേര് സാത്താൻ 2 എന്നാണ്. നിലവിൽ റഷ്യ, US, ചൈന, ഫ്രാൻസ്, റഷ്യ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായുള്ളത്. നിലവിൽ റഷ്യ, US, ചൈന, ഫ്രാൻസ്, ഇന്ത്യ, ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ സ്വന്തമായുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി വീണ്ടും നിയമിതനായത് ആരാണ്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി വീണ്ടും നിയമിതനായത് ഇക്ബാൽ സിംഗ് ലാൽപുരയാണ്. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷനായി വീണ്ടും നിയമിതനായത് ഇക്ബാൽ സിംഗ് ലാൽപുര. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനം കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പാക്കിയ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേര് എന്താണ്? സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിൻ്റെ ഭാഗമായി നടപ്പിലാക്കിയ ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേര് തൊട്ടറിയാം PWD. തൊട്ടറിയാം PWD. ഓൺലൈൻ സംവിധാനത്തിൻ്റെ പേര് തൊട്ടറിയാം PWD. അടുത്ത ക്വസ്റ്റ്യൻ, കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ അധ്യക്ഷ ആര്? കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ അധ്യക്ഷ MV ജയാഡാളിയാണ്. MV ജയാഡാളി.
MV ജയാഡാളിയാണ് കേരള സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ്റെ നിലവിലെ അധ്യക്ഷ. 1979 കോർപ്പറേഷൻ വികലാംഗ കോർപ്പറേഷൻ രൂപം കൊണ്ടത്. 1979 വികലാംഗ കോർപ്പറേഷൻ രൂപം കൊണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 2021 സരസ്വതി സമ്മാനം നേടിയ ഹിന്ദി കവി രാംദർശ് മിശ്ര. KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 2021 സരസ്വതി സമ്മാനം നേടിയ ഹിന്ദി കവിയാണ് രാംദർശ് മിശ്ര. രാംദർശ് മിശ്ര ഏത് ഹിന്ദി ഭാഷയിലാണ് ഹിന്ദി കവിയാണ് രാംദർശ് മിശ്ര. KK ബിർള ഫൗണ്ടേഷൻ നൽകുന്ന 2021 സരസ്വതി സമ്മാനം നേടിയ ഹിന്ദി കവിയാണ് രാംദർശ് മിശ്ര. 2015 പ്രസിദ്ധീകരിച്ച മേം തോ യഹാം ഹൂം എന്ന കവിതാ സമാഹാരത്തിനാണ് രാംദർശ് മിശ്രയ്ക്ക് 2021 സരസ്വതി സമ്മാനം ലഭിച്ചത്. അതായത് ഏതാണ് കവിതാ സമാഹാരമാണ് മേം തോ യഹാം ഹൂം എന്ന കവിതാ സമാഹാരത്തിനാണ് സമ്മാനം. 15 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 1991 ഏർപ്പെടുത്തപ്പെട്ട സരസ്വതി സമ്മാനം നേടിയ ആദ്യ മലയാളിയാണ് ബാലാമണി അമ്മ. 2005 K അയ്യപ്പ പണിക്കർക്കും 2012 സുഗതകുമാരിക്കും പുരസ്കാരം സരസ്വതി സമ്മാനം ലഭിക്കുകയുണ്ടായി. 1991 സരസ്വതി സമ്മാനം ഏർപ്പെടുത്തുന്നത്. ആദ്യമായി ലഭിച്ച മലയാളി ബാലാമണി അമ്മയാണ്. 2005 K അയ്യപ്പ പണിക്കർക്കും ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ 2012 സുഗതകുമാരിക്കും പുരസ്കാരം അതായത് സരസ്വതി സമ്മാനം നേടി. ലോക പൈതൃക ദിനം എന്നാണ്? ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ലോക പൈതൃക ദിനം ഏപ്രിൽ 18. ആണവോർജ കമ്മീഷൻ്റെ ചെയർമാൻ KN വ്യാസ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ആണവോർജ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ KN വ്യാസ് ആണ്. ആണവോർജ കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ KN വ്യാസ്. 2018 ചെയർമാനായ വ്യാസിൻ്റെ കാലാവധി രണ്ടാമതും ദീർഘിപ്പിക്കുകയായിരുന്നു. 2018 ചെയർമാനായ വ്യാസിൻ്റെ കാലാവധി 2 വർഷം കൂടി നീട്ടി നൽകുകയാണ്. 2022 ജനുവരി 16 അന്തരിച്ച റൊസാരിയോ ഇബാറ ഏതു നിലയിൽ പ്രസിദ്ധി നേടിയ വനിതയാണ്? മെക്സിക്കോയിലെ മനുഷ്യാവകാശ പോരാളിയാണ്. 2022 ഏപ്രിൽ 16 അന്തരിച്ച റൊസാരിയോ ഇബാറ മെക്സിക്കോയിലെ മനുഷ്യാവകാശ പോരാളിയായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവി ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. ഏറെ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയുടെ പുതിയ കരസേനാ മേധാവിയാണ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. MM നരവണെ വിരമിച്ച ഒഴിവിലാണ് വന്നത്? ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ നിയമിതനായത്. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത ചികിത്സാ രീതികൾക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആദ്യത്തെ കേന്ദ്രം എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? പരമ്പരാഗത ചികിത്സാ രീതിക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആദ്യത്തെ കേന്ദ്രം എവിടെയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്? ജാംനഗർ, ഗുജറാത്തിലെ ജാംനഗറിലാണ് പരമ്പരാഗത ചികിത്സാ രീതികൾക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ ആദ്യത്തെ കേന്ദ്രം പ്രവർത്തനം ആരംഭിക്കുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയവും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചേർന്നാണ് കേന്ദ്രത്തിൽ ഇത് ആരംഭിക്കുന്നത്. ലോക ഭൗമദിനം ഏപ്രിൽ 22. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 പുരസ്കാരം നേടിയത് മേരി കോമാണ്. ആരാണ്? കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 പുരസ്കാരം നേടിയത് മേരി കോമാണ്. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. കേരള ഒളിമ്പിക് അസോസിയേഷൻ്റെ കായിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2021 പുരസ്കാരം നേടിയത് മേരി കോം. 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത്തെ സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി 2022 ഏപ്രിൽ 20 നീറ്റിലിറക്കി. ഇതിൻ്റെ പേരാണ് INS വാക്ഷീർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച 6ാമത്തെ
സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനി 2022 ഏപ്രിൽ 20 നീറ്റിലിറക്കി. ഇതിൻ്റെ പേരാണ് INS വാക്ഷീർ എന്ന് പറയുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴക്കടൽ വേട്ടക്കാരനായ സാൻഡ് ഫിഷിൻ്റെ പേരിലാണ് ഈ അന്തർവാഹിനി അറിയപ്പെടുക. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ആഴക്കടൽ വേട്ടക്കാരനായ സാൻഡ് ഫിഷിൻ്റെ പേരിലാണ് INS വാക്ഷീർ അറിയപ്പെടുക. 1974 ഡിസംബറിലാണ് ഇന്ത്യയുടെ ആദ്യ അന്തർവാഹിനിയായ വാക്ഷീർ കമ്മീഷൻ ചെയ്തത്. നീണ്ട സേവനം പൂർത്തിയാക്കി 1997 ഏപ്രിലിൽ ഇത് ഡീകമ്മീഷൻ ചെയ്തു. ഫ്രഞ്ച് കമ്പനിയായ DCNL രൂപകൽപ്പന ചെയ്ത 6 അന്തർവാഹിനികൾ നാവികസേനയുടെ പ്രൊജക്റ്റ് 75ൻ്റെ ഭാഗമായാണ് നിർമ്മിക്കുന്നത്. നിർമ്മാണ ചുമതല മസഗാവ് ഡോക്ക് ലിമിറ്റഡിനാണ് ഇതിൻ്റെ നിർമ്മാണ ചുമതല. അടുത്ത ക്വസ്റ്റ്യൻ, മാൽക്കം ആൻഡ് എലിസബത്ത് ആദിശേഷയ ട്രസ്റ്റിൻ്റെ 2022 പുരസ്കാരം നേടിയത്. മാൽക്കം ആൻഡ് എലിസബത്ത് ആദിശേഷയ ട്രസ്റ്റിൻ്റെ 2022 പുരസ്കാരം നേടിയത് ഡോക്ടർ പ്രഭാത് പട്നായിക്കിനാണ്. മാൽക്കം ആൻഡ് എലിസബത്ത് ആദിശേഷയ ട്രസ്റ്റിൻ്റെ 2022 പുരസ്കാരം നേടിയത് ആരാണ്? ഡോക്ടർ പ്രഭാത് പട്നായിക്. സാമ്പത്തിക ശാസ്ത്രത്തിനും സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ മുൻ ഉപാധ്യക്ഷനും കൂടിയാണ് ഡോക്ടർ പ്രഭാത് പട്നായിക്. സാമ്പത്തിക ശാസ്ത്രജ്ഞനും സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ മുൻ ഉപാധ്യക്ഷനുമാണ് ഡോക്ടർ പ്രഭാത് പട്നായിക്. ഡോക്ടർ മനോജ് സോണി രാജ്യത്ത് ഏത് പദവി വഹിക്കുന്ന വ്യക്തിയാണ്? ഡോക്ടർ മനോജ് സോണി രാജ്യത്ത് ഏത് പദവി വഹിക്കുന്ന വ്യക്തിയാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ, UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാനാണ് ഡോക്ടർ മനോജ് സോണി. ഇമ്പോർട്ടൻ്റ്, UPSCയുടെ 31ാമത് ചെയർമാനാണ് മനോജ് സോണി. UPSCയുടെ നിലവിലെ ചെയർമാൻ ഡോക്ടർ മനോജ് സോണി. UPSCയുടെ 31ാമത് ചെയർമാനാണ് ഡോക്ടർ മനോജ് സോണി. ചോദിക്കാം, UPSCയുടെ എത്രാമത്തെ ചെയർമാനാകുന്ന എത്രാമത്തെ വ്യക്തിയാണ്? ഡോക്ടർ മനോജ് സോണി 31ാമത്തെ വ്യക്തി. അല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ നിലവിലെ ചെയർമാൻ ആരെന്ന് ചോദിക്കാം, ഡോക്ടർ മനോജ് സോണി. ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സിഖ് ഗുരുവിൻ്റെ 400ാമത് ജന്മവാർഷികമാണ് 2022 ഏപ്രിൽ 21 ആഘോഷിച്ചത്? ഏത് സിഖ് ഗുരുവിൻ്റെ 400ാമത് ജന്മവാർഷികമാണ് 2022 ഏപ്രിൽ 21 ആഘോഷിച്ചത്? ഗുരു തേജ് ബഹദൂർ. 9ാമത് സിഖ് ഗുരുവായ തേജ് ബഹദൂർ 1675 നവംബർ 24 മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ കൽപ്പന പ്രകാരം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള ഗുരുദ്വാർ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെടുകയുണ്ടായി. 9ാമത് സിഖ് ഗുരുവായിരുന്ന തേജ് ബഹദൂർ 1675 നവംബർ 24 മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ കൽപ്പന പ്രകാരം ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപത്തുള്ള ഗുരുദ്വാരയിൽ വെച്ച് ശിരച്ഛേദം ചെയ്യപ്പെടുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ 2022 ഏപ്രിൽ 21 രാത്രി 10 മണിക്ക് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു. സൂര്യാസ്തമയത്തിനു ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിച്ച ആദ്യ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയും ഇതോടെ നരേന്ദ്രമോദി നേടുകയുണ്ടായി. ചടങ്ങിൽ വെച്ച് 400ാം ജന്മവാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ട് 400 രൂപയുടെ പ്രത്യേക നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കി. ഗുരു തേജ് ബഹദൂർ. ഇദ്ദേഹത്തിൻ്റെ ജന്മവാർഷികത്തിൻ്റെ ഭാഗമായി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ 2022 ഏപ്രിൽ 21 രാത്രി 10 മണിക്ക് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിച്ചു. സൂര്യാസ്തമയത്തിന് ശേഷം ചെങ്കോട്ടയിൽ പ്രസംഗിച്ച ആദ്യ പ്രധാനമന്ത്രി എന്ന ഖ്യാതിയും ഇതോടെ നേടുകയുണ്ടായി? പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേടുകയുണ്ടായി. അതുപോലെ തന്നെയാണ് ചടങ്ങിൽ വെച്ച് 400ാം ജന്മവാർഷികത്തെ അനുസ്മരിച്ചുകൊണ്ട് 400 രൂപയുടെ പ്രത്യേക നാണയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കിയുണ്ടായി. അടുത്ത ക്വസ്റ്റ്യൻ, ഗുജറാത്തിലെ മോർബിയിൽ അനാവരണം ചെയ്യപ്പെട്ട ഹനുമാൻ പ്രതിമയുടെ ഉയരം എത്ര? 108 അടി. ഗുജറാത്തിലെ മോർബിയിൽ അനാവരണം ചെയ്യപ്പെട്ട ഹനുമാൻ പ്രതിമയുടെ ഉയരം 108 അടി.
രാജ്യത്തെ നാല് ഭാഗത്തും ഹനുമാൻ പ്രതിമകൾ സ്ഥാപിക്കുക എന്ന പദ്ധതിയുടെ ഭാഗമായുള്ള രണ്ടാമത്തെ പ്രതിമയാണ്. ആദ്യ പ്രതിമ 2010 ഷിംലയിൽ സ്ഥാപിച്ചിരുന്നു. രാജ്യത്തിൻ്റെ 4 ഭാഗത്തും കിഴക്കും തെക്കും പടിഞ്ഞാറും വടക്കും എല്ലാം 4 ഭാഗത്തും ഹനുമാന്റെ പ്രതിമ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ടാമത്തെ പ്രതിമയാണ് ഇവിടെ ഗുജറാത്തിലെ മോർബിയിൽ അനാവരണം ചെയ്യപ്പെട്ട 108 അടി ഉയരമുള്ള ഈ ഹനുമാൻ പ്രതിമ. പ്രഥമ ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം നേടിയത് നരേന്ദ്രമോദിയാണ്. പ്രഥമ ലതാ ദീനാനാഥ് മങ്കേഷ്കർ പുരസ്കാരം നേടിയത് നരേന്ദ്രമോദിയാണ്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിലവിലെ ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടി. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ AP അബ്ദുള്ളക്കുട്ടിയാണ്. C മുഹമ്മദ് ഫൈസിയാണ് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ MP അബ്ദുള്ളക്കുട്ടിയും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസിയുമാണ്. 2022 ഏപ്രിൽ 22 അന്തരിച്ച മവായി കിബാക്കി ഏത് രാജ്യത്തെ മുൻ പ്രസിഡന്റാണ്? കെനിയയിലെ മുൻ പ്രസിഡന്റാണ് 2022 ഏപ്രിൽ 22 അന്തരിച്ച മവായി കിബാക്കി. അടുത്ത ക്വസ്റ്റ്യൻ, നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷനാണ് സുമൻ ഭേരി. പലതവണ PSC ചോദിച്ചതാണ്. നീതി ആയോഗിൻ്റെ നിലവിലെ ഉപാധ്യക്ഷൻ ആരാണെന്ന് PSC ചോദിക്കാനിടയുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കും എല്ലാവരും. കറണ്ട് അഫെയർസ് മാറുന്നതാണ്. ഇത് ഇന്നത്തെ ഈ കറണ്ട് അഫെയർസ് എന്ന് പറയുന്നത് 2022 ജൂലൈ 9 ശനിയാഴ്ച പുറത്തിറക്കിയ മാതൃഭൂമി തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയർസ് ആണ്. ഇനി അഥവാ ചിലപ്പോൾ മെയിൻ പരീക്ഷയ്ക്ക് ഈ കറണ്ട് അഫെയർസ് മാറും. അതുകൊണ്ട് നമ്മൾ ഓരോ പരീക്ഷ വരുമ്പോൾ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കണം. അതായത് പുതിയ കാര്യങ്ങൾ നമ്മളെന്നും അപ്ഡേറ്റ് ആയിരിക്കണം. നീതി ആയോഗിൻ്റെ അധ്യക്ഷൻ ഉപാധ്യക്ഷൻ മാറാവുന്നതാണ്. കാലങ്ങൾക്കനുസരിച്ചിട്ട് ഉപാധ്യക്ഷൻ മാറാവുന്നതാണ്. അതുകൊണ്ട് കറണ്ട് അഫെയർസ് എല്ലാം അപ്ഡേറ്റ് ചെയ്ത് വെക്കണം. അവസാനത്തെ ക്വസ്റ്റ്യൻ, കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായത് അജയ് K. സൂദാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായത് അജയ് K. സൂദാണ്. നീതി ആയോഗിൻ്റെ പുതിയ ഉപാധ്യക്ഷനാണ് സുമൻ ഭേരി. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ ശാസ്ത്ര ഉപദേഷ്ടാവായി നിയമിതനായത് അജയ് K. സൂദ്. തൊഴിൽ വാർത്തയിൽ പ്രസിദ്ധീകരിച്ച ഈ കറണ്ട് അഫെയർസ് പൂർണ്ണമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്യുക. ഇനി ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക്